എന്തായാലും നമ്മൾ അതിരാവിലെ എണീറ്റിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, പഠിത്തത്തിന്റെ കൂടുതലാണെന്ന് കരുതരുത്, പഠിത്തത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് വേണേൽ പറയാം. കോളേജിലേക്ക് ചെന്നുടനെ കാണുന്നത് എവിടെ നോക്കിയാലും കമ്പൈൻ സ്റ്റഡി. അധികം ഒന്നും പഠിച്ചില്ല, ഇവനെ പോലെ ചില്ലായിട്ടിരിക്കാം. ഇത് അവൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി രണ്ടുപേരോട് എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ്. അത്ര നല്ല കാര്യമല്ലെന്ന് തോന്നുന്നു ഗായത്രിയെ കണ്ടിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ എക്സാം കഴിഞ്ഞാൽ ബാക്ക് ടു നമ്മൾ നോർമൽ ക്ലാസ്സിലേക്ക് തന്നെ വരും. കാര്യം നമുക്ക് ഫുൾ അവർ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ്സിലെ ബെഞ്ച് നോക്കിയപ്പോ ഡോണ്ട് ലെറ്റ് അതേഴ്സ് destroy your life ആരും എഴുതി വെച്ചു. ശരിക്കും ഇതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. കാര്യം നമ്മുടെ ലൈഫിലേക്ക് അവർക്ക് സ്പേസ് കൊടുത്തോണ്ടായിരിക്കില്ല അവരത് ഭയങ്കരമായി മുതലെടുക്കും. ഈ വിക്ടിം കാർഡ് കളിക്കുന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതായി തന്നെ തീരുന്നതായിരിക്കും നല്ലത്. ഈ അസൈൻമെന്റിന് ഒരു അന്ത്യമില്ല എന്ന് ചോദിക്കുന്നവരോട് അത് നമുക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ, അവർക്കൂടെ തോന്നണമല്ലോ. എന്തായാലും ആഫ്റ്റർനൂൺ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു മൂവിയൊക്കെ കണ്ടു. ദെൻ വീട്ടിലേക്ക് എത്തി. ഈ ഗതി നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പ